പുതുമയാർന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ തിരുവനന്തപുരം. നമ്മൾ പോകുന്നത് എത്തിഹാദ് ഫ്ലൈറ്റിലാണ്. ആ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇൻഡിഗോയ്ക്കും എയർ ഇന്ത്യയ്ക്കും ശേഷമുള്ള എൻ്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് യാത്ര, അതായത് എക്കോണമി ഫ്ലൈറ്റ് യാത്ര. ഫ്ലൈറ്റിൽ വൈഫൈയുടെ ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ കണക്റ്റ് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ മിക്ക കാര്യങ്ങളും നമുക്ക് അതിനകത്ത് യാത്രക്കാർ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടു മുമ്പിലായി ജസീറ എന്ന് പറയുന്നൊരു ഫ്ലൈറ്റും നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും എത്തിഹാദ് ഫ്ലൈറ്റിലേക്ക് അബുദാബി എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആദ്യമൊക്കെ പതുക്കെ പോയി അവസാനം സ്പീഡ് കൂട്ടി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുകളിൽ കൂടി നമ്മുടെ വിമാനം പറന്നുയരുകയാണ്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം 6 അടി പൊക്കമുള്ള ഒരാൾ ഭക്ഷണവുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തി. മസ്കറ്റിൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടുകൊണ്ട് അതാ നമ്മുടെ ഫ്ലൈറ്റ് അബുദാബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉദിക്കുന്ന ആ മനോഹരമായ ദൃശ്യവിസ്മയം നിറഞ്ഞ കാഴ്ചകൾ കണ്ടുകൊണ്ട് UAEയുടെ മണ്ണിലേക്ക് ആ മരുഭൂമിയും എല്ലാം തലോടിക്കൊണ്ട് നമ്മളതാ ഏകദേശം തിരുവനന്തപുരത്തു നിന്ന് 4 മണിക്കെടുത്ത ഫ്ലൈറ്റ് ഏകദേശം അബുദാബിയുടെ സമയമായ 6 മണി, അതായത് ഇന്ത്യൻ സമയം ഏകദേശം 8:30 മണി, ആ ഒരു സമയത്തോട് അടുപ്പിച്ചാണ് ഈ ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നത്. തികച്ചും പറഞ്ഞാൽ UAEയുടെ തലസ്ഥാനമായ അബുദാബിയുടെ മണ്ണിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്തു നിന്നും തുടങ്ങിയ നമ്മുടെ യാത്ര ഈ അബുദാബിയുടെ മണ്ണിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. അബുദാബിയുടെ മണ്ണിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉയരമുള്ള ഒരു ടവർ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് കറക്റ്റ് ഏതാണെന്ന് എനിക്കറിയില്ല. അതുപോലെ ധാരാളം ടവറുകൾ അബുദാബിയിലുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ സ്ഥലങ്ങൾ. ഇതാ നമ്മുടെ സുന്ദരമായ എയർപോർട്ടിലേക്ക്, അബുദാബിയുടെ എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനോഹരമാണ് ഈ അബുദാബി എയർപോർട്ട്. ഏകദേശം UAEയുടെ തലസ്ഥാനമായ അബുദാബി എയർപോർട്ട്. വളരെ കൗതുകകരമാണ് അബുദാബി എയർപോർട്ട്. അപ്പോൾ ഇതാണ് അബുദാബിയിലെ രാജാവിൻ്റെ ഫോട്ടോ. അതും കണ്ടുകൊണ്ട് ആ സുന്ദരമായ എയർപോർട്ടും ആസ്വദിച്ചുകൊണ്ട് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുകയാണ് എയർപോർട്ടിന് വെളിയിലേക്ക്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.